ഞാനും പൂർണ്ണമായും ഫണ്ട് വെട്ടി എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതിൽ BVR സുബ്രഹ്മണ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ അവിശ്വസിക്കേണ്ടതില്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. ഭരണഘടനയുടെ ധാർമ്മികതയില്ലാത്ത ഒരു ഭരണകൂടം എപ്പോഴും നിലവിൽ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞത് അംബേദ്കറാണ്. ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളിലൊന്നാണ് ഫെഡറലിസം. ആ ഫെഡറലിസത്തെ ഫെഡറലിസമായി നിലനിർത്തുന്നത് 270 പ്രകാരം ഭരണഘടന നൽകുന്ന ഫിനാൻസ് കമ്മീഷൻ്റെ അധികാരങ്ങളാണ്. ആ ഫിനാൻസ് കമ്മീഷൻ്റെ അധികാരത്തിലേക്ക് നിങ്ങൾ എപ്പോൾ കടന്നു കയറുന്നോ അപ്പോൾ നിങ്ങൾ ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കാതലിനെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു അമിതാധികാര പ്രയോഗമാണ്. ഇതൊരു കേന്ദ്രീകരണത്തിൻ്റെ സൂചനയായിരുന്നു. 3, ഇത് ഫെഡറലിസത്തെ തുരങ്കം വയ്ക്കാനുള്ളതാണ്. ഇത് 3മാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഈ 3ഉം ശരി തന്നെയാണ് എന്നതാണ് എൻ്റെ പക്ഷം. ഇതെങ്ങനെയെന്ന് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 14ാം ഫിനാൻസ് കമ്മീഷൻ YV റെഡ്ഡിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുക്കേണ്ടത് എത്ര ശതമാനം നികുതിയാണ് എന്ന് തീരുമാനിക്കുന്നു. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തുന്നു 42%. സംസ്ഥാനത്തിന് കേന്ദ്രത്തിൻ്റെ പൂളിൽ നിന്ന് കൊടുക്കേണ്ടത് 42% നികുതിയാണ്. അതെങ്ങനെയാണ് ഫിനാൻസ് കമ്മീഷൻ കണ്ടെത്തുന്നത്? ഫിനാൻസ് കമ്മീഷൻ ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ആ ഫിനാൻസ് കമ്മീഷൻ അത് കണ്ടെത്തുന്നത് സംസ്ഥാനങ്ങളിലെ ഫിനാൻസ് കമ്മീഷനുമായി ചർച്ച ചെയ്ത്, സംസ്ഥാനങ്ങളുമായിട്ട് ആലോചിച്ച്, സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെ കൂടി കണ്ട് ആ ഫിനാൻസ് കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്ന വിഹിതമാണ് 42%. ആ 42% കൊടുക്കാൻ 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കുമ്പോൾ അധികാരത്തിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ലെയ്സൺ ഓഫീസറായി BVR സുബ്രഹ്മണ്യത്തെ കൂടെ കൂട്ടി YV റെഡ്ഡിയെ കാണുന്നു. എന്നിട്ട് 42% എന്നുള്ളത് 32%, അതായത് 33%ആക്കി കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. 9% കുറയ്ക്കാൻ മാത്രം കൂട്ടിയാൽ മതി. അതായത് ലെയ്സൺ ഓഫീസറാണ് ആര്? ഈ BVR. ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് കേട്ടയാളാണ്, ദൃക്സാക്ഷിയായിരുന്നയാളാണ്. അന്ന് ലെയ്സൺ ഓഫീസറായിരുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ എന്താണ് ഈ BVR സുബ്രഹ്മണ്യത്തോട് YV റെഡ്ഡി പറയുന്നത്? റിസർവ് ബാങ്ക് ഗവർണറായ YV റെഡ്ഡി പറയുന്നത് ഗോ ആൻഡ് ടെൽ യുവർ പറയുന്ന വാക്കിങ്ങനെയാണ്, അപ്പാ ഗോ ആൻഡ് ടെൽ യുവർ ബോസ് ദാറ്റ് ഹി ഹാസ് നോ ചോയ്സ്. പ്രധാനമന്ത്രിക്ക് കീഴ്പ്പെട്ടിട്ടില്ല 14ാമത്തെ ധനകാര്യ കമ്മീഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് പാർലമെന്റിലേക്ക് എത്തുമ്പോൾ താൻ ഫിനാൻസ് കമ്മീഷനോട് എന്ത് നിർബന്ധമാണോ ചെലുത്തിയതെന്ന് മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വരുന്നു. ഇതാ 42% സംസ്ഥാനങ്ങൾക്ക് നൽകുകയാണ് ഈ സർക്കാർ എന്ന് പറയുമ്പോൾ എത്ര ലജ്ജാകരമായിട്ടാണ് പ്രധാനമന്ത്രി ആ പാർലമെന്റിൽ സംസാരിക്കുന്നു നോക്കൂ. ഒരു ഭാഗത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, ആ സ്വാധീനത്തിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ 48 മണിക്കൂർ കൊണ്ട് ബഡ്ജറ്റ് തിരുത്തുന്നു. അതിൽ ഓർമ്മിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2013 വരെ സെസ്സിൻ്റെ ഇനത്തിൽ മാത്രം കേന്ദ്ര സർക്കാർ 13% സെസ് ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് 2023 എത്തി നിൽക്കുമ്പോൾ ആ കണക്ക് 17.37% എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ കീഴടങ്ങിയില്ലെങ്കിൽ കേന്ദ്ര ബഡ്ജറ്റ് ഉപയോഗിച്ച് ധനകാര്യമന്ത്രി സെസ് ഉപയോഗിച്ചുകൊണ്ട് ആ കേന്ദ്രത്തിൻ്റെ ഡിവിഷൻ പൂൾ കൂട്ടുകയും സംസ്ഥാനങ്ങളുടെ ഷെയർ നിഷേധിക്കുകയും ചെയ്യും. ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണ്? സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ജനക്ഷേമ പദ്ധതികൾക്കുള്ള ഫണ്ട് കുറയും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് നോക്കാൻ കണക്കുകളിലേക്ക് കൂടി പോയാൽ വ്യക്തമായിരിക്കും. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഹിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. UPA സർക്കാരിൻ്റെ കാലത്ത് 0.4% ഓഫ് ദി GDP, രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 0.4% തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുത്തിരുന്നതെങ്കിൽ 0.2% ആയിട്ട് അത് കുറയുന്നു. അതായത് കഴിഞ്ഞ തവണ കൊടുത്ത UPA സർക്കാർ കൊടുത്തതിനെ അപേക്ഷിച്ച് 32% കുറവുണ്ടാവുന്നു. ഈ സർക്കാർ കൊടുത്തതിൽ നിന്ന് തന്നെ 32% കുറവ് 2022 അപേക്ഷിച്ചുണ്ടാവുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒറ്റ കണക്ക് മതി. രണ്ടാമത്തെ കണക്ക് പറയാം. ഗ്രാമീണ മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UPA സർക്കാരിൻ്റെ കാലത്തും NDA സർക്കാരിൻ്റെ കാലത്തുമുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഗ്രാമീണ മേഖലയിൽ 28% വികസനത്തിന് വേണ്ടിയിട്ട് ഷെയർ കൊടുത്തിരുന്നതെങ്കിൽ അത് 17% കുറയുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ശിശുക്ഷേമ മന്ത്രാലയത്തിന് കൊടുത്തിരുന്നത് 36,000 കോടിയാണെങ്കിൽ 18,000 കോടിയായിട്ട് കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്? സെസ് വഴി കേന്ദ്രം കൂടുതൽ ധനവിനിയോഗം നടത്തുകയും അത് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ 2 രീതിയിലാണ്. ഒന്ന്, ഫിനാൻസ് കമ്മീഷനെ സ്വാധീനിച്ച് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് കൊടുക്കാതിരിക്കുന്നു. 2, ഫിനാൻസ് കമ്മീഷൻ അതിന് കീഴടങ്ങാതിരിക്കുന്ന ഘട്ടത്തിൽ അതെന്ത് ചെയ്യുന്നു? സെസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് ടാക്സ് കൊടുക്കേണ്ടാത്ത രീതിയിലേക്ക് നികുതി ഘടനയെ പരിഷ്കരിക്കുന്നു. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് വഴി ഫിസ്ക്കൽ ഫെഡറലിസത്തിനെ തുരങ്കം വയ്ക്കുന്നു. ഫിസ്ക്കൽ ഫെഡറലിസത്തെ തുരങ്കം വെച്ചാൽ അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെയാണ് തുരങ്കം വയ്ക്കുന്നത്. ഭരണഘടന മാറ്റാതെ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്ന അമിത കേന്ദ്രീകരണത്തിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ സൂചനയാണ് ഇത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ വളരെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രം
കേരളത്തെ ഞെരുക്കുന്നു എന്ന് പറയുന്നത് ശരിവെക്കുന്നതാണ്. പറയുന്നത് ഇപ്പോഴും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീതി ആയോഗിന്റെ CEO ആണ് എന്നത് ഗുരുതരമാക്കുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.